Hi students, it's me Sridag, your physics teacher. Welcome back to my online physics class. Today we are going to start our third chapter, motion and laws of motion. So let's start. In the previous class we studied about the main three equations of motion. Okay, which are they? First equation of motion is v equal to u plus at. Second equation of motion is s equal to ut plus half at square. And the third equation of motion is that v square equal to u square plus 2as. Isn't it? So in this chapter we are going to study about the three laws of motion. Okay, first one is Newton's first law of motion. The second one is Newton's second law of motion. The third one is Newton's third law of motion. Clear? So Newton's എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാരണം നിങ്ങൾ ഇതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ടേമുകളാണ് ന്യൂട്ടൺസ് ലോ അല്ലേ, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ ഫിലിംസിലും ഈ ടേമുകൾ കേൾക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ പറയുന്ന ടേമുകളാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം എന്നൊക്കെ ഫിലിംസിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ലെങ്തി ചാപ്റ്റർ. ഓക്കെ, ഒരു വലിയ ചാപ്റ്ററാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓർ ഫസ്റ്റ് ടോപ്പിക് ഈസ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് മോഷൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So observe the figures. There are 5 figures in our textbook. Okay, so we can observe. The first figure is figure 3.1. Two boys are pushing a table towards the same direction from the same side. Okay, അതായത് രണ്ട് ബോയ്സ് ഒരു ടേബിള് തള്ളുകയാണ് അല്ലേ, ഒരേ സൈഡിൽ നിന്ന് രണ്ടുപേരും ഒരേ സൈഡിൽ നിന്ന് ടേബിള് തള്ളുകയാണ്. സോ എന്ത് സംഭവിക്കും? ആ ടേബിള് മൂവ് ചെയ്യും. ഓക്കെ ഓക്കെ ദെൻ സെക്കൻഡ് ഫിഗർ, ടു ബോയ്സ് ആർ പുഷിംഗ് ദ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ് വിത്ത് ഈക്വൽ ഫോഴ്സ്. അതായത് രണ്ട് ബോയ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇവിടെ ടേബിള് തള്ളുന്നത് അല്ലേ. ഒരാൾ ഒരു സൈഡിൽ നിന്നും മറ്റേ ആൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. ഫസ്റ്റത്തെ ആള് 50 ന്യൂട്ടൺ, രണ്ടാമത്തെ ആള് 50 ന്യൂട്ടൺ. സോ ഈക്വൽ ഫോഴ്സ് ആണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. എന്നാൽ ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കൂ, രണ്ടുപേരും സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, പക്ഷെ രണ്ടുപേരും ഒരേ സൈഡിൽ നിന്നാണ് കൊടുക്കുന്നത് അല്ലേ. സോ ടേബിൾ മൂവ് ചെയ്യും. എന്നാൽ രണ്ടാമത്തതിൽ ടേബിൾ മൂവ് ചെയ്യോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ തേർഡ് ഫിഗർ, ടു പേഴ്സൺസ് ആർ പുഷിംഗ് ദ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ്സ് വിത്ത് അൺഈക്വൽ ഫോഴ്സ്. ഓക്കെ, ഇവിടെയും ഒരു ടേബിൾ തന്നെയാണ് തള്ളുന്നത്. രണ്ട് പേഴ്സൺസ് ആണ്, കുറച്ച് വലിയ ആൾക്കാരാണ് അല്ലേ. സോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് തള്ളുന്നത്, പക്ഷെ അവിടെ അൺഈക്വൽ ഫോഴ്സ് ആണ് അല്ലേ. അതായത് ഒന്നാമത്തെ ആള് റോസ് ഷർട്ട് ഇട്ട ആള് എങ്ങനെയാണ് ടേബിൾ തള്ളുന്നത്? 80 ന്യൂട്ടൺ ആണ് അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ അത്യാവശ്യം ഒരു വലിയ ആളാണ് അല്ലേ. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള F2 ഫോഴ്സ് കൊടുക്കുന്ന പേഴ്സണോ ഒരു കുറച്ച് മെലിഞ്ഞിട്ട് സ്കെൽറ്റായ ആളാണ് അല്ലേ. സോ അയാളുടെ ഫോഴ്സ് കുറവാണ്. ക്ലിയർ? സോ 40 ന്യൂട്ടൺ ആണ്. അതായത് ഫസ്റ്റത്തെ പേഴ്സൺ കൊടുക്കുന്ന ഫോഴ്സിന്റെ നേർ പകുതി മാത്രമേ ഈ പേഴ്സൺ കൊടുക്കുന്നുള്ളൂ, അപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലേ. സോ F2 ഈസ് 40 ന്യൂട്ടൺ. ഓക്കെ, സോ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ടേബിൾ മൂവ് ചെയ്യുക? സോ നമുക്കറിയാം. സോ നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഫിഗർ, വെൻ ഈക്വൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഇൻ ആം റെസ്റ്റിംഗ്. അതായത് ഇവിടെ പഞ്ചഗുസ്തിയാണ് അല്ലേ, രണ്ട് ആൾക്കാർ പഞ്ചഗുസ്തി പിടിക്കുന്നുണ്ട്. സോ രണ്ട് പേഴ്സണും എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? F1 120 ന്യൂട്ടൺ, F2 120 ന്യൂട്ടൺ. സോ രണ്ടുപേരും സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ആരാ ജയിക്കുക? അത് അങ്ങോട്ടും മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. സോ അവിടെ സെൻട്രൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ. കാരണം രണ്ടുപേരും ഒരേ ശക്തിയാണ് കൊടുക്കുന്നത്, രണ്ടുപേർക്കും ഒരേ ശക്തിയാണ്. ഓക്കെ, രണ്ടുപേരുടെ മസിലും സെയിം ആണ് അല്ലേ. ഫിഗറിലേക്ക് നോക്കൂ നിങ്ങൾ. സോ ലാസ്റ്റ് ഫിഗർ, വെൻ വൺ സൈഡ് വിൻസ്. അതായത് വടംവലി മത്സരമാണ് അല്ലേ. ഓക്കെ, സോ ഇവിടെ ഒരു ടീം 300 ന്യൂട്ടൺ ആണ്, മറ്റേ ടീം 400 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ.
ഒരു ടീം ഒരു ഭാഗത്തേക്ക് അവരുടെ ഭാഗത്തേക്ക് വലിക്കുന്നു, മറ്റേ ടീം അവരുടെ ഭാഗത്തേക്ക് വലിക്കുന്നു അല്ലേ. സോ ഫസ്റ്റത്തെ ടീം 400 ന്യൂട്ടണും അവരുടെ ഓപ്പോസിറ്റ് ടീം 300 ന്യൂട്ടണാണ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? സോ നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്. സോ ആരായിരിക്കും വിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ആ ഫിഗർ നോക്കിയാൽ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് ആരാണ് പോകുന്നത് അല്ലെ, മുന്നോട്ട് ആരാ പോകുന്നത്, നിങ്ങൾക്ക് ഏത് സൈഡിലേക്ക് ഏത് ടീമാണ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ നമുക്ക് ഈ ഫിഗേഴ്സ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. സോ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇൻ ഈച്ച് സിറ്റുവേഷൻ എബവ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിൾ 3.1 അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിൾ ആണ് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഓക്കെ, ദെൻ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് is a vector quantity. So when force is acting in different directions, force in one definite direction is taken as positive and force in the opposite direction is taken as negative. So force is a vector quantity. നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയും. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ക്ലിയർ? സോ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറയണം. ഓക്കെ, സോ ഒരു ബോഡി ഒരു ഡെഫിനറ്റ് ഡയറക്ഷനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സോ അതിന് ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? സോ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് കിട്ടുന്ന ഫോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് എന്താണ്, നെഗറ്റീവാണ്. ക്ലിയർ? സോ ഒരേ ബോഡിയിൽ നമ്മൾ ഓപ്പോസിറ്റ് രണ്ട് ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു ഡയറക്ഷനിലേക്കും മറ്റേ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റേത് നെഗറ്റീവായിട്ട് എടുക്കുക. ക്ലിയർ? സോ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. സോ ഫിഗർ 3.1 3.1ൽ നിങ്ങൾ കണ്ടു അല്ലേ. സോ രണ്ട് ബോയ്സ് ഒരു ടേബിള് മൂവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. രണ്ടുപേരും സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, 50 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. സോ F1 ന്യൂട്ടണിലാണ് ഫോഴ്സ് നമ്മൾ പറയുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ഹിയർ F1 ഈസ് 50. F2 ഈസ് ഓൾസോ 50 അല്ലെ. ഇവിടെ രണ്ടുപേരും സെയിം ന്യൂട്ടൺ അല്ലേ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ 50 ന്യൂട്ടൺ. ഓക്കെ, സോ ഇവിടെ രണ്ട് ഫോഴ്സും സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഇവിടെ രണ്ട് വാല്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. ക്ലിയർ? സോ രണ്ട് ബോയ്സും ഒരേ ഡയറക്ഷനിലേക്കല്ലേ, ഒരേ ഭാഗത്തേക്കല്ലേ ടേബിൾ തള്ളുന്നത്. സോ രണ്ട് വാല്യൂം എന്താണ്, പോസിറ്റീവ് ആണ്. സോ ടോട്ടൽ ഫോഴ്സ് ഓർ റിസൾട്ടന്റ് ഫോഴ്സ്, അതായത് രണ്ടുപേരും കൂടി അവിടെ ടേബിളിൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ടോട്ടൽ അവിടെ എത്ര ഫോഴ്സ് കിട്ടി, 50 + 50 100. ഓക്കെ, സോ 100 ന്യൂട്ടൺ. ദെൻ ഫിഗർ 3.2ലും രണ്ട് ബോയ്സ് ടേബിള് തള്ളാണ് അല്ലേ. സോ ഇവിടെ ടേബിൾ തള്ളുന്നത് രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അല്ലേ. അതായത് ഒരാൾ ഒരു സൈഡിൽ നിന്നും മറ്റേ ആൾ ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും, അയാൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുമാണ് തള്ളുന്നത്. ഇവിടെ രണ്ടുപേരും കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആണ്. രണ്ടുപേരും 50 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. പക്ഷേ രണ്ടുപേരും എന്താണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് തള്ളുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ F1 50 ന്യൂട്ടൺ ആണെങ്കിൽ F2 അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. സോ -50. സോ ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, 0, അഥവാ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്. കാരണം 50 + -50. സോ 50 - 50 എന്നാണ് വരിക. സോ 0. സോ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്. സോ ആ ടേബിൾ മൂവ് ചെയ്യോ, ഇല്ല. ആ ടേബിൾ അങ്ങോട്ടും മൂവ് ചെയ്യില്ല, ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യില്ല. ടേബിൾ അവിടെ റെസ്റ്റിൽ സെൻറ്ററിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. ക്ലിയർ? ദെൻ ഫിഗർ 3.3യും ഒരു ടേബിൾ തള്ളുന്ന ഫിഗർ ആണ് അല്ലെ. 2 persons ആർ പുഷിംഗ് ദ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ് വിത്ത് അൺഈക്വൽ ഫോഴ്സ്. സോ ഇവിടെ രണ്ട് പേഴ്സൺസും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അൺഈക്വൽ ആണ്. ഫസ്റ്റത്തെ പേഴ്സൺ 80 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ഉള്ള പേഴ്സൺ 40 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 80 ന്യൂട്ടൺ പോസിറ്റീവിൽ എടുക്കാം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമുക്ക് എന്തെടുക്കാം, നെഗറ്റീവിൽ എടുക്കാം. സോ F1 ഈസ് 80 ന്യൂട്ടൺ, F2 ഈസ് -40 ന്യൂട്ടൺ. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് 80 + -14, that is
80 മൈനസ് 40 ഈക്വൽ ടു 40. സോ അവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ്? 40 ന്യൂട്ടൺ ആണ്. സോ അത് ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക? അതായത് പോസിറ്റീവ് ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് ഫോഴ്സ് കൊടുക്കുന്ന മാൻ ആരാണോ, സോ ആ പേഴ്സൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്കായിരിക്കും ടേബിൾ മൂവ് ചെയ്യുക. കാരണം ഇതിവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആരാണോ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ടേബിൾ മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഫിഗർ 3.4 വെൻ ഈക്വൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഇൻ ആം റെസ്ലിംഗ്. ഓക്കെ, പഞ്ചഗുസ്തിയാണ് അല്ലേ? സോ പഞ്ചഗുസ്തിയിൽ എത്രയാണ്? ഈക്വൽ ഫോഴ്സാണ് രണ്ടുപേരും അപ്ലൈ ചെയ്യുന്നത്. 120 ന്യൂട്ടണും ദെൻ 120 ന്യൂട്ടണും. സോ F1 120 ന്യൂട്ടൺ, F2 മൈനസ് 120 ന്യൂട്ടൺ. കാരണം നമ്മൾ പഞ്ചഗുസ്തിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു പേഴ്സൺ ഒരു സൈഡിലേക്കും അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മറ്റേ പേഴ്സൺ ആമിൽ ഫോഴ്സ് കൊടുക്കേണ്ടത് അല്ലേ? സോ ഇവിടെ 120 ന്യൂട്ടൺ, F1 120 ന്യൂട്ടൺ ആണെങ്കിൽ F2 120 ന്യൂട്ടൺ, അല്ലെങ്കിൽ F1 മൈനസ് 120 എടുക്കാം, F2 120 എടുക്കാം. ഏതെങ്കിലും ഒരു ഫോഴ്സ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. കാരണം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മറ്റേ ഫോഴ്സ് വരുന്നത് അല്ലേ? സോ ഇവിടെ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. സോ 0 അല്ലേ? 120 പ്ലസ് മൈനസ് 120 ദാറ്റ് ഈസ് 0. സോ അവിടെ ആരാ വിൻ ചെയ്യുക? ആരും വിൻ ചെയ്യില്ല, അഥവാ രണ്ടുപേർക്കും ഒരേ ശക്തിയാണ്. സോ ആരും വിൻ ചെയ്യില്ല, അവിടെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ക്ലിയർ? ദെൻ ലാസ്റ്റ് ഫിഗർ 3.5 വെൻ വൺ സൈഡ് വിൻസ്. ഇതിൽ ഏത് സൈഡാണ് വിൻ ചെയ്യുക? 400 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്ന ടീമാണ് വിൻ ചെയ്യുക അല്ലേ? കാരണം അതാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ 400 ന്യൂട്ടൺ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. F1 400 ന്യൂട്ടൺ, F2 മൈനസ് 300 ന്യൂട്ടൺ. കാരണം 400 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 300 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? സോ 400 ന്യൂട്ടൺ ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഒരു ടീം അവരുടെ ഭാഗത്തേക്ക് 400 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ ടീം അവരുടെ ഭാഗത്തേക്ക് അല്ലേ, ആ ടീമിൻ്റെ ഭാഗത്തേക്കാണ് 300 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ ടീമിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് 300 ന്യൂട്ടൺ പോകുന്നത്. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് മൈനസ് 300 എന്ന് കൊടുക്കാം. സോ 400 പ്ലസ് മൈനസ് 300 ദാറ്റ് ഈസ് 400 മൈനസ് 300 ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. സോ അവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. സോ ഏത് ടീമാണ് വിൻ ചെയ്യുക? സോ ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് പോസിറ്റീവ് ആണ്, ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ ആണ്. ക്ലിയർ? സോ ഇവിടെ 100 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് അഥവാ പോസിറ്റീവ് ഫോഴ്സ് കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ആരാണ്? F1 ആണ്, 400 ന്യൂട്ടൺ പോസിറ്റീവ്. സോ ഇവിടെ ഫസ്റ്റ് ടീമാണ് വിൻ ചെയ്യുക അല്ലേ? ഇൻ വിച്ച് ഓഫ് ദ സിറ്റുവേഷൻസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗേഴ്സ് ഡിഡ് ദ ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് ബിക്കം 0? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് 0 ആയിട്ടുള്ളത്? സോ സിറ്റുവേഷൻ 3.2 അല്ലേ? ഫിഗർ 3.2ൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണ്. ദെൻ ഫിഗർ 3.4 അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദ ബോഡി മൂവ് ഇൻ ആൾ ദീസ് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷൻസിൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ബോഡി എന്താണ്? റെസ്റ്റിലാണ്. ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏത് ഭാഗത്തേക്കും ഏത് സൈഡിലേക്കും ബോഡി മൂവ് ചെയ്യുന്നില്ല. ക്ലിയർ? സോ നമ്മുടെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഫിഗർ 3.2 ദാറ്റ് ഈസ് 2 boys are pushing the table from opposite sides with equal force. Then figure 3.4 when equal forces are applied in arm wrestling. Clear? സോ ഇത് നിങ്ങൾ നോട്ടിലേക്ക് ആൻസർ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾ നോട്ടിലേക്ക് ആൻസർ എഴുതണം. ഓക്കെ, ദെൻ സച്ച് ഫോഴ്സസ് ആർ കാൾഡ് ബാലൻസ്ഡ് ഫോഴ്സസ്. ഓക്കെ, ദാറ്റ് ഈസ് ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് 0 ആയിട്ടുള്ള ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സസ്. സോ വാട്ട് ഈസ് ബാലൻസ്ഡ് ഫോഴ്സസ്? Balanced forces is defined as if the total force or the resultant force on a body is 0, the applied forces are called balanced forces. Such forces can neither move a body at rest nor stop a body in motion. Clear? That is, ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ആ ബോഡിയിൽ കിട്ടുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഈ ഫോഴ്സ് കാരണം ഒരു ബോഡിയെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല, മോഷനിലുള്ള ഒരു ബോഡിയെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല. ക്ലിയർ? സോ റെസ്റ്റിലുള്ള ഒരു ബോഡിയിൽ ബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോഡിയെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ ബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ
ആ ബോഡിയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല. ക്ലിയർ? സോ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, അതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. സോ ആ ബോഡിയിലെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താണ്? ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ്. സോ ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഒരു ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിട്ട് മാറും. ക്ലിയർ? സോ ആ ബോഡിയുടെ അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് വെർ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0. സോ ഏതൊക്കെയാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 അല്ലാത്ത സിറ്റുവേഷൻസ്? ഫിഗർ 3.1 അല്ലേ? ദാറ്റ് ഈസ് 2 boys are pushing a table towards the same direction from the same table. Okay, so here the resultant force is positive, that is the resultant force is 100 Newton അല്ലേ? അതായത് ഇവർ രണ്ടുപേരും ഒരു ടേബിളിൽ സെയിം ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഫിഗർ 3.3 2 persons are pushing the table from opposite side with unequal forces. സോ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ പോലും F1 is more than that of F2. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ അൺഈക്വൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണ്? പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 40 Newton. ക്ലിയർ? ദെൻ ലാസ്റ്റ് വൺ വെൻ വൺ സൈഡ് വിൻസ്. ഓക്കെ, സോ ലാസ്റ്റ് വണ്ണിൽ എന്താണ്? അൺഈക്വൽ ഫോഴ്സ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നെങ്കിലും അൺഈക്വൽ ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 അല്ലാത്ത സിറ്റുവേഷൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ദ ഒബ്ജക്ട്സ് മൂവ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? ഈ സിറ്റുവേഷൻസിലൊക്കെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ? യെസ്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഇൻ സയൻസ് ഡയറി. ഫ്രെയിം എ ഡെഫിനിഷൻ ഫോർ ദി അൺബാലൻസ്ഡ് ഫോഴ്സസ്. ഓക്കെ, സോ ഫ്രെയിം എ ഡെഫിനിഷൻ ഫോർ ദി അൺബാലൻസ്ഡ് ഫോഴ്സസ്. സോ എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സസ്? റിസൾട്ടൻ്റ് ഫോഴ്സ് 0 അല്ലാത്ത ഫോഴ്സസ് ആണ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. ക്ലിയർ? ദാറ്റ് ഈസ് ഫോഴ്സ് എന്തല്ല? ബാലൻസ് അല്ല. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിൽ അഥവാ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ് ഈക്വൽ ആയിരിക്കും. സോ ഏത് സൈഡിലേക്കും നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. ദാറ്റ് ഈസ് ആ ഒബ്ജക്റ്റിൽ എന്തില്ല? റിസൾട്ടൻ്റ് ഫോഴ്സ് കിട്ടുന്നില്ല. കാരണം ഈക്വൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ? സോ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്യും. എന്നാൽ അൺബാലൻസ്ഡ് ഫോഴ്സിലാണെങ്കിലോ ഒരു സൈഡിൽ ഫോഴ്സ് കൂടുതലായിരിക്കും, മറ്റേ സൈഡിൽ ഫോഴ്സ് കുറവായിരിക്കും. ക്ലിയർ? സോ അവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. ക്ലിയർ? സോ നമുക്ക് അൺബാലൻസ്ഡ് ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ ഫ്രെയിം ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഇഫ് ദ total force or the resultant force on a body is not 0, the applied forces are called unbalanced forces. Okay, clear? Then observe the activity given below. So see the figure 3.6. So ഒരു ടേബിളിൽ ഒരു വുഡൻ ബ്ലോക്ക് രണ്ട് പുള്ളീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ടേബിളിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പുള്ളികളുണ്ട്. സോ പുള്ളിയിൽ എന്തുണ്ട്? ഓരോ വെയിറ്റ് ഹാങ്ങർ ഉണ്ട്. 200 gram 200 gram അല്ലേ? രണ്ട് സൈഡിലും 200 grams വെയിറ്റ് ഉണ്ട്. സോ ഈ അറേഞ്ച്മെൻറ്റ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഫിക്സ് 2 pulleys on either side of a table. Place a wooden block in between the pulleys. Attach 2 strings on either side of the wooden block. Allow the strings to pass over the pulleys. From the free ends of the strings suspend equal weights. What do you observe as more weights are added? What is your observation about the force and the motion of the wooden block? Write down your observation in the science diary. Okay, so ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിളിൻ്റെ രണ്ട് സൈഡിലും ഓരോ പുള്ളീസ് കപ്പി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കിണറ്റിൽ വെള്ളം കോരാനൊക്കെ യൂസ് ചെയ്യില്ലേ, അതാണ് പുള്ളി കേട്ടോ. സോ പുള്ളിയിൽ ഓരോ സ്ട്രിങ് വെച്ചിട്ടുണ്ട്. സോ പുള്ളിയിലൂടെ സ്ട്രിങ് മൂവ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കയറിടൂലേ, സോ അതുപോലെ പുള്ളിയിൽ ഓരോ സ്ട്രിങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ സ്ട്രിങ് ഒരു വുഡൻ ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രം ദ ഫ്രീ എൻഡ്സ് ഓഫ് ദി സ്ട്രിങ്സ് സസ്പെൻഡഡ് ഈക്വൽ വെയ്റ്റ്സ്. ദാറ്റ് ഈസ് പുള്ളിയിലുള്ള ഫ്രീ എൻഡിൽ ഈക്വൽ വെയ്റ്റ്സ് രണ്ട് സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സോ 200 gram 200 gram ഇതാണിപ്പോൾ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? സോ ഇപ്പോൾ ഈ വുഡൻ ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? സോ വുഡൻ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യില്ല, വുഡൻ ബ്ലോക്ക് റെസ്റ്റിലാണ് അല്ലേ? ദാറ്റ് ഈസ്
there is equal forces in both side അല്ലേ, രണ്ട് സൈഡിലും ഈക്വൽ ഫോഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ വി ക്യാൻ ആൻസർ ദ questions. There are 5 questions. First question is that when equal weights are suspended on either sides, is the force on the wooden block balanced or unbalanced? Okay, so what is the answer? The answer is that the force is balanced or balanced force, isn't it? Because there are equal weights suspended on either side. രണ്ട് സൈഡിലും ഈക്വൽ വെയിറ്റ് ആണ്, സോ ഈക്വൽ ഫോഴ്സ് ആണ് അല്ലേ. സോ ഈക്വൽ ഫോഴ്സ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ രണ്ട് ഫോഴ്സും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. വുഡൻ ബ്ലോക്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടായിരിക്കില്ല. ദാറ്റ് ഈസ് വുഡൻ ബ്ലോക്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ദ വുഡൻ ബ്ലോക്ക് മൂവ് ഇൻ ദ എബോവ് സിറ്റുവേഷൻ? നോ, ദ വുഡൻ ബ്ലോക്ക് വിൽ ബി അറ്റ് റെസ്റ്റ്. ക്ലിയർ? Third question, add more weight to one side. Is the force balanced or unbalanced now? Is there any movement for the wooden block? That is, ഒരു സൈഡിൽ വെയിറ്റ് കൂട്ടാനാണ് പറയുന്നത്. ആഡ് മോർ വെയിറ്റ് ടു വൺ സൈഡ്, ഒരു സൈഡിൽ മാത്രം വെയിറ്റ് കൂട്ടുക. സോ എന്ത് സംഭവിക്കും? സോ ദർ ഈസ് ദ ബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ടേൺസ് ഇൻ ടു അൺബാലൻസ്ഡ് ഫോഴ്സ്. ക്ലിയർ? സോ അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് എന്തായിട്ട് മാറും? അൺബാലൻസ്ഡ് ആയിട്ട് മാറും. ക്ലിയർ? ബിക്കോസ് ഒരു സൈഡിൽ എന്ത് കൂട്ടി? നമ്മൾ വെയിറ്റ് കൂട്ടി. ഓക്കെ, സോ ആ സൈഡിലേക്കുള്ള ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, സോ വുഡൻ ബ്ലോക്ക് എന്ത് ചെയ്യും? ആ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഏത് സൈഡിലാണോ നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ടത്, സോ അവിടെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. സോ ആ സൈഡിലേക്ക് വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യും. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മോർ വെയ്റ്റ്സ് ആർ ആഡഡ് ഗ്രാജുവലി, വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി വുഡൻ ബ്ലോക്ക്? ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? ദാറ്റ് ഈസ് നമ്മൾ ഗ്രാജുവലി വെയിറ്റ് കൂട്ടിയാൽ, ഒരു സൈഡിൽ മാത്രം വെയിറ്റ് കൂട്ടിയാൽ എന്തായിരിക്കും വുഡൻ ബ്ലോക്കിന്റെ മോഷനുള്ള സ്പീഡ് കൂടുമോ കുറയുമോ? ദ സ്പീഡ് വിൽ ഇൻക്രീസസ് അല്ലേ, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മളവിടെ വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് നമ്മുടെ വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ആ സൈഡിലേക്ക് വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? ബൈ ഗ്രാജുവലി ഇൻക്രീസിംഗ് വെയിറ്റ് ടു ദ സൈഡ് ഹാവിംഗ് ലോവർ വെയിറ്റ്, ക്യാൻ യു ചേഞ്ച് ദ പ്രസന്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി വുഡൻ ബ്ലോക്ക്? ദാറ്റ് ഈസ് നമ്മളിപ്പോൾ വെയിറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോഴ്സ് ബാലൻസ് ആവാൻ തുടങ്ങും. ക്ലിയർ? സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യുക അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മളോട് വെയിറ്റ് ഇടാൻ പറഞ്ഞത്. അതായത് ലോവർ വെയിറ്റ് ഉള്ള സൈഡിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, സോ അവിടുത്തെ ഫോഴ്സും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ആ സൈഡിലേക്കായിരിക്കും പിന്നെ നമ്മുടെ വുഡൻ ബ്ലോക്ക് മൂവ് ചെയ്യുക. ക്ലിയർ? സോ ഈ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ, നോട്ടിലേക്ക് എഴുതി ആൻസർ ചെയ്യണം. ക്ലിയർ? സോ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ എബോവ് സിറ്റുവേഷൻ? ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിൽ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ക്ലിയർ? അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിലും നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ക്ലിയർ? സോ ബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനോ അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനോ സാധിക്കില്ല. ഏത് ഫോഴ്സ് കൊടുക്കണം? അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താലേ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനോ, ദാറ്റ് ഈസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനോ അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനോ നമ്മൾ അതിൽ ആ ഒബ്ജക്റ്റിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ക്ലിയർ? സോ വൺസ് അഗെയിൻ, വെൻ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി, ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ്. അതായത് ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? സോ വി ഹാവ് സീൻ ദാറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ക്യാൻ കോസ് മോഷൻ, ബട്ട് ക്യാൻ ആൾ അൺബാലൻസ്ഡ് ഫോഴ്സസ് കോസ് മോഷൻ? ലെറ്റ്സ് എക്സാമിൻ. ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് മോഷന് കാരണമാവുന്നത് നമ്മൾ പഠിച്ചു. എന്നാൽ എല്ലാ അൺബാലൻസ്ഡ് ഫോഴ്സസും മോഷന് കാരണമാവുന്നുണ്ടോ? സോ ലെറ്റ്സ് എക്സാമിൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഫിഗർ 3.7. ഓക്കെ,
സോ ഒരു കോമഡിയാണിത് അല്ലേ. ഒരു ഗുഡ്സ് വണ്ടിയിൽ കയറിയിട്ട് ഒരു പേഴ്സൺ ആ ഗുഡ്സ് വണ്ടി തള്ളുകയാണ് അല്ലേ. ഗുഡ്സ് വണ്ടിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. വെഹിക്കിൾ മൂവ് ചെയ്യുമോ? ഇല്ല. നമ്മളെല്ലാവർക്കും അറിയാം, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാൻ പറ്റും അല്ലേ. സോ എന്തുകൊണ്ടാണ് ഈ വെഹിക്കിൾ മൂവ് ചെയ്യാത്തത്? ഓക്കെ, സോ ദർ ഇസ് എ ഫിസിക്സ് ബിഹൈൻഡ് ദിസ്. സോ ഇതിന് പിന്നിലൊരു ഫിസിക്സ് ഉണ്ട്. ഈ പേഴ്സൺ ഈ വെഹിക്കിളിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ, പിന്നെ എന്താ ഇത് മൂവ് ചെയ്യാത്തത്? ഓക്കെ, അതായത് ഈ വെഹിക്കിൾ ഇതിന് തിരിച്ചൊരു ഫോഴ്സ് ഇതിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഈ ഒരു പേഴ്സൺ ഒരു ഡയറക്ഷനിലേക്ക് ഈ വണ്ടിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആരും ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത്? ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ? ആണ്. പിന്നെ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്? സോ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ റിസൾട്ട് വെൻ എ മാൻ ട്രൈസ് ടു മൂവ് എ വെഹിക്കിൾ ബൈ പുഷിംഗ് ഇറ്റ് സ്റ്റാൻഡിംഗ് ഇൻസൈഡ് ദ വെഹിക്കിൾ ആസ് ഇൻ ദ ഫിഗർ? ദ vehicle moves, the vehicle does not move. ഏതാണ് ആൻസർ? the vehicle does not move. What if the same vehicle is pushed from outside? that is ഇതേ വണ്ടി പുറത്ത് നിന്ന് തള്ളിയാൽ, അഥവാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിൽ നിന്നിട്ട് തള്ളിയാൽ എന്ത് സംഭവിക്കുക? വെഹിക്കിൾ മൂവ് ചെയ്യും അല്ലേ. will it possible to lift a chair while seated on it? it can be lifted only when we press our feet on the ground. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ചെയറിൽ ഇരുന്നിട്ട് ആ ചെയർ നമുക്ക് പൊന്തിക്കാൻ പറ്റുമോ? അതും ഒരു കോമഡിയാണ് അല്ലേ. അതായത് നമ്മൾ ചെയറിലിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചെയർ നമ്മൾ പൊന്തിക്കാൻ നോക്കുക. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് തന്നെയല്ലേ. ദാറ്റ് ഈസ് നമ്മൾ ആ ചെയറിൽ മുകളിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ആരും താഴോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല. സോ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ചെയർ പൊന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? സോ എല്ലാ അൺബാലൻസ്ഡ് ഫോഴ്സസും മോഷന് കാരണമാകുന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. സോ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സോ എപ്പോഴാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കുക? ഓക്കെ, സോ അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രം ആയാൽ പോരാ. എന്തായിരിക്കണം? അതൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് എക്സ്റ്റേണൽ, വാട്ട് ഈസ് ഇന്റേണൽ? ദാറ്റ് ഈസ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ഒബ്ജക്റ്റിന് പുറത്ത് നിന്നായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ? ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഗുഡ്സ് വണ്ടിയിലാണ്. സോ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പേഴ്സൺ ഗുഡ്സ് വണ്ടീൻ്റെ ഉള്ളിലാണ്, അഥവാ ഇന്റേണൽ ആണ് അല്ലേ, ഇൻസൈഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ പേഴ്സൺ ആ വണ്ടിയിൽ കയറി നിന്നിട്ടാണ് ആ വണ്ടിയിൽ ഫോഴ്സ് കൊടുക്കുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കില്ല? അവിടെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയറിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്, പക്ഷേ ആ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ അപ്പോഴും അവിടെ ഒരു മോഷൻ സംഭവിക്കില്ല. സോ നമ്മളൊരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് പുറത്ത് നിന്നിട്ട് ഔട്ട്സൈഡ് ആയിട്ട് ഇരുന്നിട്ട് വേണം, എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? സോ ഹാവ് യു റിയലൈസ്ഡ് ദാറ്റ് ഇന്റേണൽ ഫോഴ്സ് cannot മൂവ് ആൻ ഒബ്ജക്റ്റ് ബട്ട് ഓൺലി ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻ കോസ് ഇറ്റ്സ് മോഷൻ അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷന് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് കാരണം അല്ലേ. നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് നേരത്തെ പഠിച്ചു, പക്ഷേ വെറും അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രം ആയാൽ പോരാ, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണം. ദ അൺബാലൻസ്ഡ് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദി ഒബ്ജക്റ്റ് ഫ്രം ദി ഔട്ട്സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് നിന്നിട്ട് വേണം നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ. ക്ലിയർ? ബട്ട് ഡസ് എ ബോഡി നീഡ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ? ദാറ്റ് ഈസ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? സോ ഈ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? സോ ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ആരാണ്? ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സയൻറ്റിസ്റ്റാണ് ഗലീലിയോ ഗലീലി. ക്ലിയർ? സോ ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ഗലീലിയോ ഗലീലി. ഓക്കെ, സോ ഗലീലിയോ ഗലീലി കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ടു സ്മൂത്ത് സർഫസസ് ആർ അറേഞ്ച്ഡ് വിത്ത് സെയിം സ്ലോപ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എ ബോൾ ഈസ് അലൗഡ് ടു റോൾ ഡൗൺ ഫ്രം എ ഡെഫിനിറ്റ് ഹൈറ്റ് അലോങ് ദി സർഫസ് എ. The ball is seen to attain a definite speed when it reaches the bottom. Clear? So നിങ്ങൾ ഫിഗർ 3.8 കാണുന്നുണ്ട് അല്ലേ. സോ ഫിഗർ 3.8A. സോ രണ്ട് സ്ലോപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഒരു സൈഡിൽ നിന്ന് ഒരു ബോള് നമ്മൾ താഴേക്ക്
മൂവ് ചെയ്യിപ്പിക്കുകയാണ്. സോ ആ ബോൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ? സോ സ്പീഡ് കൂടും. സോ അത് താഴേക്ക് മൂവ് ചെയ്യുന്തോറും അതിൻ്റെ സ്പീഡ് കൂടും. സോ സ്പീഡ് കൂടിയിട്ട് എന്ത് ചെയ്യും? അടുത്ത സ്ലോപ്പിലേക്ക് മുകളിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ? സോ മുകളിൽ ഒരു ഡെഫിനിറ്റ് പാത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് താഴോട്ട് വീണ്ടും താഴേക്ക് തന്നെ വരും. ദെൻ അടുത്ത സ്ലോപ്പിലേക്ക്, അഥവാ അത് ആദ്യം വന്ന ഈ സ്ലോപ്പിലേക്ക് തന്നെ വീണ്ടും മൂവ് ചെയ്യും. സോ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ എത്തുമ്പോൾ വീണ്ടും അത് താഴേക്ക് മൂവ് ചെയ്യും. ദെൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അല്ലേ? ദെൻ ദർ ആർ 4 questions. What happens to its speed when it rolls upwards along the surface B? സോ സർഫസ് എയിൽ നിന്നും താഴേക്ക് മൂവ് ചെയ്ത് സെക്കൻഡ് സർഫസിലേക്ക്, ദാറ്റ് ഈസ് സർഫസ് ബിയിലേക്ക് എത്തുമ്പോൾ, അപ്വാർഡ്സ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ബോളിൻ്റെ സ്പീഡ് എന്തായിരിക്കും? വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് സ്പീഡ്? ഓക്കെ, സോ സ്പീഡ് ഡിക്രീസ് ചെയ്യും അല്ലേ? സ്പീഡ് കുറയും, കാരണം മുകളിലോട്ട് പോകുന്നതോറും സ്പീഡ് കുറയും. ദെൻ താഴേക്ക് വരും. സോ താഴേക്ക് വരുന്നതോറും വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സോ ആ സ്പീഡ് കൊണ്ടാണ് നെക്സ്റ്റ് അതിന് ഓപ്പോസിറ്റ് ഉള്ള സ്ലോപ്പിലേക്ക് അത് കയറുന്നത്. ക്ലിയർ? സോ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്ലോപ്പ് ഓഫ് ദിസ് സർഫസ് ഈസ് റെഡ്യൂസ്ഡ്? ഓക്കെ, ദാറ്റ് ഈസ് ഈ സർഫസിൻ്റെ സ്ലോപ്പ് റെഡ്യൂസ് ചെയ്താൽ എന്തായിരിക്കും ഒബ്സർവേഷൻ? ദ ബോൾ റീച്ചസ് ദി സെയിം ഹൈറ്റ്. ദാറ്റ് ഈസ് ഇവിടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്തോറും ബോൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടും. ക്ലിയർ? സോ നമ്മൾ സ്ലോപ്പ് കുറയ്ക്കും തോറും അത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ക്ലിയർ? സോ ഇവിടെ ഫിഗർ 3.8b ഒന്ന് നോക്കൂ നിങ്ങൾ. ബ്ലാക്കിൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് കുറവാണ്, അഥവാ സെയിം ഹൈറ്റ് ആണ് അല്ലേ? 3 ഫിഗറിലും ഇവിടെ 3 ലൈൻ ഉണ്ട്, ബ്ലാക്ക്, ബ്ലൂ, റെഡ് അല്ലേ? സോ ബ്ലാക്ക് ലൈനിൽ സെയിം ഹൈറ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഡിസ്റ്റൻസ് കുറവാണ് അല്ലേ? എന്നാൽ ബ്ലൂയിലേക്ക് നോക്കൂ നിങ്ങൾ. ബ്ലാക്കിൽ നിന്നും കുറച്ചും കൂടി സ്ലോപ്പ് എന്ത് ചെയ്തു? നമ്മൾ സ്ലോപ്പ് കുറച്ചു അല്ലേ? സ്ലോപ്പ് ഡിക്രീസ് ചെയ്തു. ക്ലിയർ? സോ സ്ലോപ്പ് ഡിക്രീസ് ചെയ്തപ്പോൾ അവിടെ എന്ത് ചെയ്തു? ലെങ്ത് കൂടി അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് എത്തിയ ലെങ്ത് കൂടി. സെയിം ഹൈറ്റ് ആണ്, പക്ഷേ ലെങ്ത് കൂടുതലാണ്, ട്രാവൽ ചെയ്ത ലെങ്ത് കൂടുതലാണ്. ദെൻ റെഡ് നോക്കൂ നിങ്ങൾ. റെഡിലേക്ക് എത്തിയപ്പോൾ നമ്മൾ വീണ്ടും സ്ലോപ്പ് ഡിക്രീസ് ചെയ്തു. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും റെഡിൻ്റെ എൻഡ് പോയിന്റിലേക്ക് സെയിം ഹൈറ്റിലാണ്, പക്ഷേ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, സോ സ്ലോപ്പ് റിഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത് സെയിം ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് എവിടെ നിന്നാണോ, ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതേ ഹൈറ്റിലായിരിക്കും അത് എത്തുക. ക്ലിയർ? സോ തേർഡ് ക്വസ്റ്റ്യൻ, ദ ബോൾ റീച്ചസ് ദ സെയിം ഹൈറ്റ് എവറി ടൈം ദ സ്ലോപ്പ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഓരോ തവണ സ്ലോപ്പ് റെഡ്യൂസ് ചെയ്യുമ്പോഴും ബോൾ റീച്ച് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് ഏത് ഹൈറ്റിൽ നിന്നാണോ ബോൾ മൂവ് ചെയ്ത് വന്നത്, ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റിലായിരിക്കും നമ്മൾ എത്ര സ്ലോപ്പ് ഡിക്രീസ് ചെയ്താലും ഇൻക്രീസ് ചെയ്താലും ആ ബോൾ ഫൈനലായിട്ട് എൻഡ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഹൈറ്റ് എത്രയാണോ സെയിം ഹൈറ്റ് ആയിരിക്കും അത് ലാസ്റ്റ് റീച്ച് ചെയ്യുന്ന പോയിന്റിലുണ്ടായിരിക്കുന്ന ഹൈറ്റ്. ക്ലിയർ? നിങ്ങളിവിടെ ഫിഗർ 3.8b നോക്കൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്ലോപ്പ് നോക്കൂ നിങ്ങൾ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വന്നിട്ട് ബ്ലാക്ക് ലൈനിൽ ഹൈറ്റ് നോക്കൂ, സെയിം ഹൈറ്റ് ആണ്. ദെൻ ബ്ലൂ ലൈനിലുള്ള ഹൈറ്റ് നോക്കൂ, സെയിം ഹൈറ്റ് ആണ്. അതുപോലെ തന്നെ റെഡ് ലൈനിലുള്ള ഹൈറ്റും സെയിം ഹൈറ്റ് ആണ്. സോ സ്ലോപ്പ് റെഡ്യൂസ് ചെയ്യുന്നതോറും ബോൾ ട്രാവൽ ചെയ്യുന്ന ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ എത്ര നമ്മൾ സ്ലോപ്പ് എത്ര കുറച്ചാലും കൂട്ടിയാലും എന്ത് സംഭവിക്കും? അതിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള അതേ ഹൈറ്റ് ആയിരിക്കും അത് റീച്ച് ചെയ്യുക. ക്ലിയർ? സോ ഡസ് നോട്ട് ദിസ് mean that the ball will have to travel a longer distance as the slope is reduced? Okay, that is slope reduce ചെയ്യുന്തോറും ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ലോങ്ങർ ഡിസ്റ്റൻസ് ആവുമെന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് നോട്ട് ദ ബോൾ ഹാവ് ടു മൂവ് ഇൻഫിനിറ്റ്ലി വെൻ ദ സർഫസ് ഈസ് മെയ്ഡ് ഹൊറിസോണ്ടൽ? ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു സ്ലോപ്പ് റിഡ്യൂസ് ചെയ്യുന്തോറും ബോൾ ട്രാവൽ ചെയ്യുന്ന ലെങ്ത്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോ നമ്മൾ അവസാനം സ്ലോപ്പ് കുറച്ച് കൊണ്ടുവന്ന് സ്ലോപ്പ് 0 ആക്കിയാൽ, ദാറ്റ് ഈസ് സ്ലോപ്പ് 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ഹൈറ്റിൽ നിന്നാണ്. സോ ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക് എത്തി ദെൻ മുകളിലോട്ട് പോകുന്നില്ല, ദാറ്റ് ഈസ് സ്ലോപ്പ് 0. സോ സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ പാത്ത് ആയിരിക്കും, ദാറ്റ് ഈസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? സോ നിങ്ങളിവിടെ ഫിഗറിൽ കാണുന്നുണ്ട് റെഡ് ലൈൻ കഴിഞ്ഞിട്ട് ദെൻ ലാസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈന്, അതാണ് സ്ലോപ്പ് 0. ക്ലിയർ? സോ ഞാൻ പറഞ്ഞു സ്ലോപ്പ്
മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതോറും അത് ട്രാവൽ ചെയ്യുന്ന ലെങ്ത് കൂടും. സോ സ്ലോപ്പ് 0 ആക്കിയാൽ ബോൾ ട്രാവൽ ചെയ്യുന്ന ലെങ്ത് എത്രയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആ ബോൾ സ്റ്റോപ്പ് ചെയ്യില്ല. ക്ലിയർ? നമുക്ക് ആ ലെങ്ത് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇൻഡെഫിനിറ്റ് ലെങ്ത് ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഇൻ ദാറ്റ് കേസ് ദ മോഷൻ ഓഫ് ദി ബോൾ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. ആ ബോൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ആ ബോൾ റിട്ടേൺ വരുമോ? ഇല്ല, കാരണം റിട്ടേൺ വരാൻ അവിടെ സ്ലോപ്പ് ഇല്ല. ക്ലിയർ? ആ ബോൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ, ദാറ്റ് ഈസ് ആ ബോൾ താഴെ എത്തിയാൽ ഹൊറിസോണ്ടൽ ലൈനിൽ എത്തിയാൽ പിന്നെ ആ ബോൾ നേരെ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ മൈൻഡിലുള്ള ഡൗട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ ഒരു സ്ലോപ്പിൽ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് ചെരിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർഫസ് ഉണ്ടാക്കിയിട്ട് ഒരു ബോൾ ഇങ്ങനെ ഇട്ടാൽ ആ ബോൾ ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലേ? കാരണം ഇതെന്താണ്? നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. കാരണം നമ്മുടെ ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. ഗലീലിയോ ഈ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രിക്ഷൻ മീൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫ്രിക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിച്ചു, അല്ലേ? അതായത് ഓരോ ലെയറുകളായിട്ട് ഹണി മൂവ് ചെയ്യുന്നൊക്കെ പഠിച്ചില്ലേ? ഓക്കെ, സോ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഈ എക്സ്പെരിമെൻറ്റ് വാലിഡ് ആവുള്ളൂ. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ആയിട്ട് ഈ ബോൾ എപ്പോഴാണ് മൂവ് ചെയ്യുക? ഫ്രിക്ഷൻലെസ് സർഫസ് വേണം. ദാറ്റ് ഈസ് ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആയിരിക്കണം, ഫ്രിക്ഷൻലെസ് ആയിരിക്കണം. സോ നമുക്ക് ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, ബിക്കോസ് നമ്മൾ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണ്. ക്ലിയർ? സോ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്താലാണ് ഈ ബോൾ കണ്ടിന്യൂ ആയിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻഫിനിറ്റിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ? സോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ബോൾ സ്റ്റോപ്പ് ആവാൻ കാരണം അല്ലെങ്കിൽ ബോൾ റെസ്റ്റിലേക്ക് എത്താൻ കാരണം എന്താണ്? ഫ്രിക്ഷൻ ആണ്. സോ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് it is seen that the ball comes to rest instead of continuing its state of motion indefinitely. Which is the force responsible for this? The force is friction force. In the absence of this force, the ball would have continued indefinitely in its uniform motion along a straight line. Okay, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ in the absence of this force, that is friction force, that is ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഈ ബോൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? അതിൻ്റെ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻഡെഫിനിറ്റ്ലി അതിൻ്റെ യൂണിഫോം മോഷനിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ അത് കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് എ ബോഡി ഇൻ മോഷൻ ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെക്റ്റിലിനിയർ യൂണിഫോം മോഷൻ. ഓക്കെ, സോ ഫ്രിക്ഷൻലെസ് സർഫസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ക്ലിയർ? സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്. സോ ഫ്രിക്ഷൻലെസ് സർഫസിലെ ഒബ്ജക്ട്സ് കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ബോൾ സ്റ്റോപ്പ് ചെയ്യും. സോ ആ ബോൾ വീണ്ടും മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കണം, അല്ലേ? ദാറ്റ് ഈസ് ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആ ബോളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലേ? വീണ്ടും ആ ബോളിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ അത് വീണ്ടും മൂവ് ചെയ്യുള്ളൂ. ദെൻ വീണ്ടും അത് സ്റ്റോപ്പ് ആവും. ദെൻ വീണ്ടും മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ, അല്ലേ? എന്നാൽ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഒരു ബോൾ അങ്ങോട്ട് നമ്മൾ ഉരുട്ടിയാൽ അതെന്തില്ല, പിന്നെ ഒരിക്കലും നിൽക്കില്ല. അത് നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്തായിരിക്കണം? ഒരു ഫ്രിക്ഷൻലെസ് സർഫസ് ആയിരിക്കണം. സോ ഫ്രിക്ഷൻലെസ് സർഫസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത്രയും ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിൾ ആണ്. ക്ലിയർ? സോ ഈ തിയറി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ്. ക്ലിയർ? ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ഒരു തിയറിയാണിത്. That is, a body in motion does not need an external unbalanced force for it to continue in its state of rectilinear uniform motion. ഒരു സ്ട്രേറ്റ് ലൈനിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ പുറത്തുനിന്ന് ഒരു ഫോഴ്സിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, നമ്മൾ തള്ളി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എന്ത് ചെയ്യും? ജസ്റ്റ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ക്ലിയർ? സോ അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ അതിന് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ക്ലിയർ? സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. On the next class we will take Newton's first law of motion. സോ ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നോട്ടിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, സോ ആൻസറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ അസൈൻമെൻറ്റ് വർക്ക് എന്ന് പറയുന്നത് നോട്ട് എഴുതലാണ് കേട്ടോ. സോ സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.